ഇന്ന് നമ്മൾ റമദാൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളിലെ മൂന്നാമത്തെ ദിവസത്തെ വീഡിയോ ആണ്. ഇതുപോലത്തെ അലൂമിനിയം കുടുക്കകളൊക്കെ ഉണ്ടാവുമല്ലോ, ഇതൊക്കെ ഇതിൻ്റെ സൈഡ് ഭാഗത്തെ കരികളൊക്കെ പോയിട്ട് നന്നായിട്ട് വെട്ടി തിളങ്ങുന്ന ആ രീതിയിൽ നമ്മൾ ക്ലീനാക്കി എടുക്കുന്നുണ്ട്. കണ്ടില്ല, അടിപൊളിയായിട്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും. ഇതിന് നമുക്ക് ബേക്കിംഗ് സോഡയോ വിനാഗിരിയോ ചെറുനാരങ്ങയോ ഒന്നും തന്നെ വേണ്ട. നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അലൂമിനിയം ബക്കറ്റും ഒക്കെ നമുക്ക് നല്ല വൃത്തിയായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. ആദ്യം കലങ്ങളൊന്ന് വെള്ളം ഒഴിച്ചിരുന്നുണ്ട്. ഞാനിത് വിറകടുപ്പിൽ വെച്ചിട്ട് വെള്ളമൊക്കെ തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു കലമാണ് കേട്ടോ, ആ ചെറുത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ തേച്ച് കഴുകിയതൊന്നുമില്ല. അതിന് വേണ്ടിയിട്ട് മാത്രം ഞാനിതൊന്ന് ഇങ്ങനെ വെച്ചതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുളി സോപ്പാണ് കേട്ടോ. നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന ഏത് സോപ്പാണേലും കുഴപ്പമില്ല, ഇത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സ്റ്റീലിൻ്റെ ചകിരിയാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മൾ തേച്ച് കഴുകുന്നത് കേട്ടോ. ഇതിൻ്റെ ആ വെള്ള ഭാഗത്ത് ഈ ഒരു സോപ്പും ചകിരിയും വെച്ച് തേച്ച് കഴുകുമ്പോൾ നന്നായിട്ട് വൃത്തിയായിട്ട് നല്ല തിളക്കം ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കുക, അപ്പോഴാണ് നിങ്ങൾക്ക് അറിയുള്ളൂ. പിന്നെ ഒന്ന് തൊട്ടാൽ മതി, പെട്ടെന്ന് വൃത്തിയാവുന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ കൈ തന്നെ വേണം കേട്ടോ. ഇതിന് കൈ വെച്ചിട്ട് ഇത്തിരി കുറച്ച് നന്നായിട്ട് ഉരച്ചാലാണ് വൃത്തിയാവുള്ളൂ. നമ്മൾ വെറുതെ പറഞ്ഞിട്ട് അങ്ങോട്ട് കാര്യമില്ലല്ലോ. ഈ ഒരു സോപ്പ് വെച്ച് തൊട്ടാൽ മതി, അലൂമിനിയം കലം തിളങ്ങുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത് കുറച്ച് ഓവറായില്ലേ. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ചെടുക്കുക. പിന്നെ ഒരുപാട് ബലം പ്രയോഗിക്കേണ്ട കേട്ടോ. വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഒന്നാണ്ട് ഉരച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതിങ്ങനെ എടുക്കാത്ത കലങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ബെർത്തിൻ്റെ മേലൊക്കെ വെക്കാറുണ്ടല്ലോ. അപ്പോൾ കാണാനും നല്ല അടിപൊളിയായിരിക്കുമല്ലോ. ഇങ്ങനെ നന്നായിട്ട് വൃത്തിയായിട്ടുള്ള കലങ്ങളൊക്കെ ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ ബെർത്തിൻ്റെ മേലൊക്കെ വെക്കുമ്പോൾ അത് കാണാനും നല്ല രസമാണല്ലോ. കരി പിടിച്ച പാത്രത്തിനേക്കാൾ എത്രയോ നല്ലതല്ലേ ഈ ഒരു രീതിക്ക് നല്ല വൃത്തിയാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ. അങ്ങനെ ഞാൻ രണ്ടും ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടില്ല, അടിപൊളിയായിട്ട് നന്നായിട്ട് തിളങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ ഉള്ളിൽ ഞാൻ തേച്ച് കഴുകിയിട്ടില്ല ഈ ഒരു സോപ്പ് വെച്ചിട്ട്. കാരണം നമ്മളിനിയിപ്പോൾ പാചകം ചെയ്യാനൊക്കെ എടുക്കുന്ന കലങ്ങളൊക്കെ ആണെങ്കിൽ ഇനിയിപ്പോൾ അതിനൊരു മണം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, കുളിസോപ്പ് ആയതുകൊണ്ട്. ഇനി മണം ഇല്ലയെന്ന് അതും എനിക്കറിയില്ല ഉണ്ടാവുമെന്ന്. അതുകൊണ്ട് ഞാൻ ആ ഉള്ളിൽ തേച്ച് കഴുകിയിട്ടില്ല. ഉള്ളിലെ കറി നന്നായിട്ട് പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ രണ്ട് കാലവും ഞാനിവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഫസ്റ്റിൽ കാണിച്ച ആ രണ്ട് കാലം ഇപ്പോൾ വീണ്ടും കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ട്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു അലൂമിനിയം ബക്കറ്റും ഉണ്ടായിരുന്നു, അതും നന്നായിട്ട് കറ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും നന്നായിട്ട് കറയൊക്കെ പിടിച്ച് നന്നായിട്ട് മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഞാനിതാ ഇതുപോലത്തെ ഒരു ബക്കറ്റാണ്. ഇതും ഞാൻ ആ ഒരു സോപ്പും സ്റ്റീൽ ചകിരി എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും കാണാം.